നമസ്കാരം, ന്യൂസ് ടെന്നിലേക്ക് സ്വാഗതം. ചേട്ടാ, സംസ്ഥാനത്ത് ഈ പറയുന്ന സ്കൂൾ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ ആ വാർത്ത കേട്ടത് തൃശ്ശൂരിൽ നിന്നുമാണ്. ഈ സ്കൂൾ കെട്ടിടങ്ങൾ അപകടത്തിലാകുന്ന സംഭവങ്ങളുടെ ഏറ്റവും അവസാനം കേട്ട ഒരു വാർത്തയാണത്. തൃശ്ശൂര് കോടാലി ഗവൺമെന്റ് UP സ്കൂളിലാണ് അത്തരം ഒരു സംഭവം ഉണ്ടായത്. ആ സ്കൂളിലെ അസംബ്ലി നടക്കുന്ന ഹാളിന്റെ മേൽക്കൂരയാണ് ഇന്ന് തകർന്നു വീണത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇന്ന് കനത്ത മഴയെ തുടർന്ന് തൃശ്ശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഒരു വലിയ പ്രവൃത്തി ദിനമായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ ദുരന്ത വാർത്തയാണ് ഇന്ന് കേൾക്കേണ്ടി വരിക. പ്രത്യേകിച്ചും അസംബ്ലി ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ, ആ അസംബ്ലി സമയത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എത്ര കുട്ടികൾക്കാകും ഈ ജീവൻ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അത്തരം ഒരു ദുരന്തം അപകടത്തിൽ എത്ര കുട്ടികളാകും പെടുക എന്നുള്ളൊരു ഓർത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ്. അതിൽ നിന്നും തലനാരിഴയ്ക്ക് കേരളം ഇന്ന് രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതൊരു ദുരന്തം നടന്നതിന് ശേഷവും നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും എല്ലാം തന്നെ അത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തലയിലേക്ക് കെട്ടിവെക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അല്ലെ? ഈ അപകടത്തിൽ അങ്ങനെ എന്ത് ന്യായീകരണമാണ് സർക്കാരിന് പറയാൻ കഴിയുക എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കാരണം ഇത് 10 വർഷം മുൻപാണ് ഇതിനുള്ള ഫണ്ട് അനുവദിക്കുന്നത്. അന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആ മണ്ഡലത്തിന്റെ MLA എന്ന് പറയുന്നത് സി രവീന്ദ്രനാഥാണ്. അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് അതിനുള്ള തുക അനുവദിക്കുന്നത്. 54 ലക്ഷം രൂപ ചെലവാക്കിയാണ് സ്കൂൾ കെട്ടിടം പൂർത്തിയാക്കി. പിന്നീട് അതിന്റെ മേൽക്കൂരയും ഒക്കെ തന്നെ തയ്യാറാക്കുന്നത് ജിപ്സം ബോർഡ് ഉപയോഗിച്ചാണ് അതിന്റെ മേൽക്കൂര തയ്യാറാക്കിയത്. 2023 ഉദ്ഘാടനം കഴിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്കൊരു സംശയമുള്ളത്, എങ്ങനെയാണ് ഈ സ്കൂൾ കെട്ടിടത്തിന് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾക്കെല്ലാം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നുള്ളതാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഒരു കെട്ടിടമാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയ കെട്ടിടമാകുമ്പോൾ അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. എന്നാൽ ഈ സ്കൂൾ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് തന്നെ നാട്ടുകാരുമൊക്കെ ഇതിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി കൊടുത്തിരുന്നു. മാത്രവുമല്ല, 2 മാസം മുൻപ് ഈ സ്കൂൾ പ്രവർത്തിച്ചതിന് ശേഷമാണ് 2 മാസം മുൻപ് ഈ മേൽക്കൂര ചോരുകയും അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ഒക്കെ തന്നെ നാട്ടുകാരും എല്ലാം ചൂണ്ടിക്കാട്ടി. എന്നിട്ടും ഈ അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല. അത് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള യാതൊരു നീക്കവും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതിന്റെ ഒരു പരിണത ഫലമാണ് ഇപ്പോൾ ഉണ്ടായതെന്നാണ് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ വലിയൊരു അനാസ്ഥ, പ്രത്യേകിച്ചും ഇതിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശാസ്ത്രീയമാണ് ഇതിന്റെ നിർമ്മാണം എന്ന തുടക്കം മുതൽ, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടം മുതൽ ചൂണ്ടിക്കാട്ടിയിട്ടും അത് പ്രശ്നം പരിഹരിക്കുന്ന യാതൊരു നടപടികളും ഉണ്ടാകാത്തത് സ്വാഭാവികമായിട്ടും ഈ വീഴ്ച തന്നെയാണ്. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ഉണ്ടായത്. ഒരു വലിയ ദുരന്തം തലനാരിഴയ്ക്കാണ് നടക്കാതെ പോയത് എന്നതിൽ കേരളത്തിന് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കൊല്ലം തേവലക്കരയിലും ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു അന്ന് സ്കൂൾ കെട്ടിടം തകർന്നു വീണതല്ലെങ്കിൽ പോലും വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായി. കാരണം ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് വൈദ്യുതാഘാതമേറ്റ്, സ്കൂളിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് ജീവൻ നഷ്ടപ്പെടുന്ന വലിയൊരു ദുരന്തത്തിനാണെന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. അല്ല, ഇതിനെല്ലാത്തിനു ശേഷവും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയാണ് കേരളം സ്കൂളുകൾ ഹൈടെക് ആയി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതെ, ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നിരവധി ഇത്തരത്തിലുള്ള അപകടങ്ങൾ, ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി അന്ന് രാവിലെ വന്ന് സ്കൂൾ സമയം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ കളിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കൂട്ടുകാരുടെ ചെരുപ്പ് അവിടെ ഒരു ഷെഡിന്റെ മുകളിലേക്ക് പോകുന്നു. അവിടെ അത് എടുക്കാനായിട്ട് ആ വിദ്യാർത്ഥി മിഥുൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി 8ാം ക്ലാസ് വിദ്യാർത്ഥി കയറുകയാണ്. അപ്പോൾ ആ സ്കൂളിന്റെ ആ കെട്ടിടത്തിന് മുകളിൽ കൂടി, തൊട്ട് മുകളിൽ കൂടിയാണ് വൈദ്യുത ലൈൻ പോകുന്നത്. അവിടെയൊന്നും ഷോക്ക് ഏറ്റാണ് വിദ്യാർത്ഥി മരണപ്പെടുന്നത്. അതിനുശേഷവും ആ വിദ്യാർത്ഥി എന്തിനങ്ങനെ കയറി എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥിയെ കുറ്റപ്പെടുന്ന തരത്തിൽ ആ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രിയുടെ തന്നെ പ്രതികരണം ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തു. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തുടക്കത്തിൽ ആരും തയ്യാറായില്ല. എന്നാൽ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നടപടിയിലേക്ക് സർക്കാരിന് പോകേണ്ടി വന്നു. സർക്കാർ നിർബന്ധിതരായി ഏറ്റവും ഒടുവിൽ ആ സ്കൂള് സർക്കാർ ഏറ്റെടുത്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ട് മാനേജ്മെന്റ് സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നത്. അങ്ങനെ അത്തരം ഒരു നടപടിക്ക് സർക്കാർ നിർബന്ധിതരാക്കിയത് പ്രതിപക്ഷത്തിന്റെയും ഒക്കെ തന്നെ ഒരു പ്രതിഷേധമൊക്കെയാണ്. അങ്ങനെ നിരവധി വിഷയങ്ങൾ എന്താണ് പറയുക, വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. ഹരിപ്പാടൊക്കെ വരികയാണെങ്കിൽ അതിനുശേഷമാണ് ഹരിപ്പാട് കാർത്തികപ്പള്ളിയിൽ ഇതുപോലെ ഒരു സ്കൂൾ കെട്ടിടം തകർന്നു വീഴുന്നത്. അവിടെ ആ സ്കൂള് ഏതാണ്ട് 200 വർഷം പഴക്കമുള്ള സ്കൂൾ കെട്ടിടമാണ്. ഒരു സ്കൂൾ കെട്ടിടം ഏതാണ്ട് 150 വർഷവും പഴക്കവുമുണ്ട്. ആ സ്കൂൾ കെട്ടിടത്തിന് 2 വർഷമായിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. താൽക്കാലിക ഫിറ്റ്നസിലാണ് അത് പ്രവർത്തിക്കുന്നത്. 150 വർഷം പഴക്കമുള്ള ഒരു സ്കൂൾ കെട്ടിടം ഒരു പ്രവൃത്തി ദിവസമാണ്. സ്കൂൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് വിദ്യാർത്ഥികളുമായിട്ട് സ്കൂൾ ബസ്സൊക്കെ വരുന്ന സമയത്താണ് ആ കെട്ടിടം തകർന്നു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവിടെയും വലിയൊരു ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവിടെ നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയ മാധ്യമ പ്രവർത്തകരെ അവിടുത്തെ വാർഡ് മെമ്പർ, CPM-ന്റെ വാർഡ് മെമ്പറാണ്, ആ ദൃശ്യമാധ്യമങ്ങളെ ഉൾപ്പെടെ തടഞ്ഞ് വലിയ വാക്കേറ്റമുണ്ടായി. അവരെ ഇതിന് ഒരു പ്രതികരണം പോലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്താൻ അവിടുത്തെ പ്രഥമാധ്യാപക ഉൾപ്പെടെ തയ്യാറായിരുന്നു. അതിന് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ പറയുന്ന തങ്ങൾക്കുണ്ടാകുന്ന വീഴ്ചകളൊന്നും നാട്ടുകാരെ ഒന്നും അറിയരുത്, അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും പുറത്തു വരരുത് എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സർക്കാർ നിൽക്കുന്നത്. അങ്ങനെ തങ്ങളുടെ അല്ലെങ്കിൽ ഈ വകുപ്പിന്റെ ഒക്കെ തന്നെ വീഴ്ചകളെ മറച്ചു വെക്കാൻ തരത്തിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യത ഏത് സർക്കാരിനും ഉണ്ടല്ലോ. ഇവര് പ്രതിപക്ഷത്തിരുന്നപ്പോൾ നമ്മൾ കണ്ടതാണ് എത്രത്തോളം പ്രതിഷേധങ്ങളാണ്, പ്രക്ഷോഭങ്ങളാണ് UDF സർക്കാരിനെതിരെ ഉന്നയിച്ചത്. ഒരു ഈച്ച തുമ്മിയാൽ പോലും, സെക്രട്ടറിയിൽ ഒരു ഈച്ച തുമ്മിയാൽ പോലും അത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയിട്ടുള്ള കൂട്ടരാണ് ഈ LDF എന്ന് പറയുന്നത്. അവർ വന്ന് ഈ 10 വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ഒന്നും തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, ധാർമ്മികമായ ഉത്തരവാദിത്തമെങ്കിലും ഏറ്റെടുക്കാൻ ഒരു മന്ത്രിയോ ഒരു വകുപ്പോ അല്ലെങ്കിൽ ഈ സർക്കാരോ തയ്യാറായിട്ടില്ല എന്നതാണ് അത്യന്തം ദുഃഖകരമായ അല്ലെങ്കിൽ വളരെ വിരോധാഭാസമായ ഒരു കാര്യം. അല്ല, ഇതിപ്പോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടോ ഒരു പ്രതിഷേധമോ കാര്യമായിട്ടുള്ള ഒരു പ്രതിഷേധമോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ദുഃഖകരമല്ലേ? അല്ല, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, തേവലക്കരയിൽ ആ വിഷയത്തിൽ ഉടനടി തന്നെ അവിടുത്തെ പ്രതിപക്ഷം എത്തി, അവിടുത്തെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി എത്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അതിനുശേഷമാണ് സർക്കാരിന് ഒരു നടപടിയിലേക്ക് പോകേണ്ടി വന്നത്. ആദ്യം സർക്കാർ ഈ പറയുന്ന KCB-യെ ഉൾപ്പെടെ രക്ഷിക്കുന്ന ചില നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. അതെല്ലാം പ്രാദേശിക തലത്തിലുള്ള പ്രതിഷേധങ്ങൾ മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഈ പറയുന്ന പോലെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ സംസ്ഥാന വ്യാപകമായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു പ്രതിഷേധം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അല്ലെ? ഇല്ല, അങ്ങനെ ഒരു സാഹചര്യമില്ല. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ട് മാത്രമാണ് ഇതിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ തൃശ്ശൂർ ഉണ്ടായ ഒരു വിഷയത്തിലും തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ കമ്പനിയുടെ അധികൃതരെ അവിടെ സ്കൂളിലെത്തി അവരെ അതിന്റെ പരിശോധനയ്ക്കായിട്ട് അവരെ തടഞ്ഞു വെക്കുകയും ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയും ഒക്കെ തന്നെ ചെയ്തു. പ്രതിപക്ഷം തന്നെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിഷയങ്ങളിലും ശക്തമായ നിലപാടുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് സർക്കാർ എന്തെങ്കിലുമൊക്കെ ഈ വിഷയത്തിൽ നടപടികൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ നടപടികളുടെയും പ്രതിഷേധങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് തന്നെയാണ്. 2019 ഒരു ഈ പറയുന്ന ഇതുപോലെ തന്നെ വയനാട് ഒരു സ്കൂൾ കെട്ടിടത്തിൽ നിന്നുകൊണ്ട് ഒരു കുട്ടിയെ പാമ്പ് കടിക്കുന്നു. അതിനുശേഷം പാമ്പ് കടി ഏറ്റെടുത്ത ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും അവിടുത്തെ ആ അധ്യാപകൻ വിസമ്മതിക്കുന്ന ഒരു കാര്യം. അതേപോലെ ക്ലാസ്സിൽ കുട്ടി ഇരിക്കുന്ന സമയത്താണ്, വൈകിട്ടോടു കൂടിയാണ് ക്ലാസ്സിനകത്ത് നിന്ന് കുട്ടിക്ക് പാമ്പ് കടിയേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുന്ന ദുരന്തം ഉണ്ടായത്. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ സ്കൂൾ നമ്മൾ പറയേണ്ട നിരവധി ഒട്ടനവധി ഒറ്റപ്പെട്ട സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നു എന്നതാണ്. ഓരോ സംഭവം ഉണ്ടാകുമ്പോഴേ ഇവര് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്, പക്ഷേ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്കൂൾ കെട്ടിടങ്ങളിൽ പലതും ഈ വർഷങ്ങൾ പഴക്കമുള്ളതാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്കൂളുകൾ തന്നെയുണ്ട്. ആ കെട്ടിടങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട്. അവർ ഈ ഹൈടെക് സ്കൂളുകളിലൊക്കെ വരുന്നുണ്ട്, ചില സ്കൂളുകളൊക്കെ ഹൈടെക് ആയിട്ട് വരുന്നുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള ഈ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ മാറ്റി അതിന്റെ ഫിറ്റ്നസ് പല കാര്യങ്ങളിൽ അത് തെളിയിച്ച് അത് പരിശോധിച്ച് ബന്ധപ്പെട്ടവർ അത് ഉറപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. അത് ചെയ്യേണ്ടത് ഈ വിദ്യാഭ്യാസ വകുപ്പാണ്. വിദ്യാഭ്യാസ മന്ത്രി ഈ തേവലക്കരയിലെ വിഷയമുണ്ടായപ്പോൾ പറഞ്ഞത് 14 സ്കൂളുകളുണ്ട്, ആ സ്കൂളുകളുടെ എല്ലാം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, അതിന്റെ ഉത്തരവാദിത്വം തനിക്കില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിന് ബന്ധപ്പെട്ടവരുണ്ടല്ലോ, പഞ്ചായത്തുകളുണ്ടല്ലോ, അവരാണല്ലോ ഇത് ചെയ്യേണ്ടത്. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ടും നിറവേറ്റുന്നില്ല എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ല, അപ്പോ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാത്തിനും ഒടുവില് ഈ പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രസ്താവന ഹൈടെക് ആണ് എന്നുള്ളതും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് എന്നുള്ളതും എല്ലാം ഒരു ഈ പറയുന്ന വിദ്യാഭ്യാസ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരുടെ തലയ്ക്ക് വെച്ച് ഒഴിയാനാണ് സർക്കാർ ഓരോ വകുപ്പുകൾ ശ്രമിക്കുന്നത്. നോക്കൂ, നമുക്ക് അടുത്തിടെയായിട്ട് നടന്ന ഈ മറ്റൊരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായിട്ട് വന്ന ആ രോഗിയുടെ തന്നെ അമ്മ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ആ മെഡിക്കൽ കോളേജിലെ
ഡോക്ടർ തന്നെ വലിയൊരു വിമർശനവുമായിട്ട് രംഗത്ത് വന്നു. ഡോക്ടർക്ക് ഉപകരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോലി അപ്പോഴൊക്കെ ഉപേക്ഷിക്കുന്ന ആരോഗ്യമന്ത്രി പറഞ്ഞത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കാർ ഉൾപ്പെടുന്നതിലെ സിസ്റ്റം. അവര് ആ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ LDF സർക്കാരിന്റെ ആ ഒരു മുദ്രാവാക്യം തന്നെ LDF വരും എല്ലാം ശരിയാകും. അതെ, എല്ലാം ശരിയായിക്കൊണ്ടിരിക്കും. എല്ലാം സമ്പൂർണ്ണമായി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ്.